സർ, ഹമാസ് ലീഡറായ വാഹിദ് ഹനിയ കൊല്ലപ്പെട്ടതറിഞ്ഞു. 2 ന്യൂബോൺ ബേബീസിനെ മൈക്രോവേവിലിട്ട് ചുട്ടും ഒരു സ്ത്രീയുടെ ഇൻറ്റസ്റ്റൈൻ കീറിയും കൊന്ന ഇവൻ്റെ മരണം അല്പം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. ഓക്കെ, ഈ മൈക്രോ അവനിൽ ഇട്ട് കൊന്നു, ഇതൊക്കെ ഇസ്രായേൽ ആദ്യമേ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. അതുപോലെ തന്നെ റേപ്പ് കേസുകൾ ഒന്നും തന്നെ ഇപ്പം അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ UN തന്നെ വന്ന് അവർ റേപ്പിൻ്റെ വിക്ടിംസ് തന്നെ വന്നെന്ന് പറയുന്നുണ്ട്. UN ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഇന്നലെ ഇപ്പോൾ ഒരു വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ ഒരു റേപ്പ് വിക്ടിം വന്നിന്ന് സംസാരിക്കുമ്പോൾ UN നിങ്ങൾക്ക് മാപ്പ് പറയാൻ തോന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖം നോക്കണം. ഇല്ല, എനിക്ക് മാപ്പ് പറയാൻ തോന്നില്ല, ഐ എം എ പെയ്ഡ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവരുടെ മുഖം ഇരിക്കുന്നത്. ഇപ്പോൾ അതിനോട് പുതിയ UN അടുത്ത ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്ററിലിരുന്ന് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഓരോന്നോരോന്ന് ബന്ധപ്പെടുത്താണ്, ഓരോരോ കഥ. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ വെടിവെക്കുന്നതിന് മുന്നേ ഞങ്ങളൊരു ഗെയിം പോലെയാണ് കാണുന്നതെന്ന് ഒരു പട്ടാളക്കാരൻ പറയുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് എടുക്കുന്നു. എന്നിട്ട് ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് താഴെ ഇരിക്കുന്ന ഒരു അമ്മയുടെ മടിയിലിരിക്കുന്ന ഒരു 5 മാസം പ്രായമുള്ള കുട്ടിയുടെ തലയിൽ ഹെലികോപ്റ്ററിൽ നിന്ന് വെടിവെച്ചു. അതെ, അങ്ങ് റിപ്പോർട്ട് അങ്ങ് എഴുതി കറക്റ്റായിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ളതിൻ്റെ ഏക ലക്ഷ്യത്തോടു കൂടി, കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി ആ വംശത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ വെടി ഹെലികോപ്റ്ററിൽ നിന്ന് അമ്മയെ കൊല്ലാതെ കുഞ്ഞിനെ കൊന്നത്. എന്നാൽ കുഞ്ഞിൻ്റെ തലയിൽ വെടിയേറ്റു എന്നല്ല പറയുന്നത്, കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള ഇൻറ്റൻറ്റ് ആരോപിക്കണം. ഇത് UN മിക്കവാറും ഇത്തരമുള്ള റിപ്പോർട്ടുകളെല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ കുഞ്ഞിനെ കൊന്നു അല്ലെ കുഞ്ഞുങ്ങളെ മാത്രം കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഈ ഗാസയിലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ കണക്ക് മില്യൺസ് ഓഫ് കാഷ്വാലിറ്റി ഒന്നും എടുക്കണ്ട. ഗാസയിലെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് 72,000-ൽ ഏറെക്കുറെ നിൽക്കുന്നുണ്ട്. അതിൽ ഈ ഹമാസും ഹമാസ് അനുകൂല മാധ്യമങ്ങളും പറയുന്ന ഒരു കണക്കനുസരിച്ച് അതിൽ 20,000+ ആണ് കുട്ടികളെ, 72-ൽ 20+ അല്ലെങ്കിൽ ആ ഒരു സംഖ്യയാണ്, അല്ലെ അതുമായിട്ട് അടുത്ത് വരുന്നൊരു സംഖ്യയാണ്. ഒരു 26% ആണ് കുട്ടികളെ കൊന്നിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗാസയിലെ ജനസംഖ്യയുടെ 50% കുട്ടികളാണ്. പക്ഷേ മരണസംഖ്യയിൽ ഈ പറയുന്ന 4/1 മാത്രം, അല്ലെ അല്പം കൂടുതൽ മാത്രമേ ഉള്ളൂ. അപ്പം കുട്ടികളെ കൊന്ന് ആ ജനതയെ ഇല്ലാതാക്കാനാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഒന്ന്, അവിടെ കുട്ടികളുടെ എണ്ണം കുറയണം. കുട്ടികളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്, പരമ്പരാഗതമായിട്ട് കൂടുതലാണ്. അവിടെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ജനനനിരക്ക് വളരെ കൂടുതലാണ്, ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇതെങ്ങനെയാണ് ഈ വംശഹത്യ നടത്തി കുട്ടികളെ നശിപ്പിച്ച്? ഇല്ല, സ്റ്റാറ്റിസ്റ്റിക്കലി എന്തെങ്കിലും ഒരു പൊരുത്തം വേണ്ടേ? ഭൗതിക യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും പൊരുത്തം വേണ്ടേ? അപ്പം 50% വരുന്ന, അല്ലെ 50% വരുന്ന കുട്ടികൾ ആണ് ഈ മൊത്തം മരിച്ചവരിൽ ഈ പറയുന്ന 26% അല്ലെ 27% മാത്രമാണ് വരുന്നത്. ഇനി കുട്ടികൾ ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെ, അതിനാണ് കുട്ടികൾ. ഈ ഹമാസിൻ്റെ ഈ 20,000+ കൊല്ലപ്പെട്ടതിൽ ഹമാസിൻ്റെ, ഇതെല്ലാം ഹമാസിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ സാധാരണ കണക്കല്ല പറയുന്നത്. ഇതിൽ ഹമാസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏജ് 13 ആണ്. 13 മുതൽ 18 വരെയുള്ള പോരാളികളാണ് ഈ 20+ എന്ന് പറയുന്നതിൽ കൂടുതലും. 20,000-ലധികം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിൽ മഹാഭൂരിപക്ഷവും ഈ പോരാളികളാണ്. ഇവരെല്ലാം കുട്ടികളാണ്. മനസ്സിലായി? അന്ന് ഇരച്ചു കയറിയവരിൽ നോക്കിയാലും മതി നിങ്ങൾ. അതായത് ഗാസയിലേക്ക് ഇരച്ചു കയറി ഒരു 14,000 വരുന്ന ജനങ്ങൾ ഇരച്ചു കയറിയാൽ അതിൽ എത്ര ഈ 13-നും 18-നും ഇടയ്ക്കുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികൾ കൂടുതലും ഈ ഹമാസ് പോരാളികളാണ്. പിന്നെ ഹമാസിന് 13 വയസ്സ് എന്നൊക്കെ പറയുന്നെങ്കിലും ഹമാസ് 5 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ തോക്ക് പിടിച്ചുകൊണ്ട് യഹ്യ സിൻവറൊക്കെ കണ്ടിട്ടില്ലേ കാണിക്കുന്നത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി എങ്ങനെ നോക്കിയാലും ഈ 20,000+ എന്ന് പറയുന്നത് പിന്നെയും ഒരുപാട് യഥാർത്ഥ കുട്ടികൾ, അല്ലെങ്കിൽ ഈ സിവിലിയൻസ് ആയിട്ടുള്ള കുട്ടികൾ, ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഓഫ് കോഴ്സ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം. യുദ്ധമുഖമാണ്, വളരെ ഇതായിട്ടുള്ള കാര്യം തന്നെയാണ്, ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ഇവർ പറയുന്നത് പോലെ ഒരു കുട്ടികളെ ലക്ഷ്യമിട്ട് കൊല്ലുന്നു എന്നുള്ളതിന് യാതൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള തെളിവില്ല. 50% ഈ 18 വയസ്സിന് താഴെയുള്ളവരാണുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അവിടെ നല്ല രീതിയിലുള്ള
ജനസംഖ്യയുടെ വർധന ഉണ്ടാകുന്നുണ്ട്, കുട്ടികൾ ഒരുപാടുണ്ട്, കുട്ടികൾ കുറവാണെന്നല്ല, കുട്ടികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. അവിടെ കുട്ടികൾ കൊല്ലപ്പെട്ടത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഹമാസ് പോരാളികളെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നതാണ്, കുട്ടികളെ മാത്രം ലക്ഷ്യമിട്ട് ഹെലികോപ്റ്ററിലിരുന്ന് സൂം ചെയ്ത് അമ്മയെ വിട്ടിട്ട് കുട്ടിയുടെ തല നോക്കി വെടിവെച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള എന്താണ് പറയുന്നത്, UN കഥകൾ. ഇത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് UN ഇപ്പോൾ ഒരു മഹല് കമ്മിറ്റിയുടെ പ്രാധാന്യം പോലും ആരും കൽപ്പിക്കാത്തത്. UN ഇതേപോലെ ഈ ഘട്ടങ്ങളിൽ പിന്നെ യുക്രൈൻ അതുപോലെ തന്നെ റഷ്യ യുദ്ധത്തിനിടയിൽ ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം തന്നെ യുക്രൈനിലെ തന്നെ 20,000 കുട്ടികളെ, അത് 5-6 വയസ്സ് അതിൽ താഴെയുള്ള കുട്ടികളെ റഷ്യ കടത്തിക്കൊണ്ടുപോയിരുന്നു. റഷ്യക്ക് കുട്ടികളാണ് വേണ്ടത്, അതായത് യുക്രൈൻ കുട്ടികളെയാണ് കൊണ്ടുപോയത്. ആ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതിനെതിരെയാണ് സെലൻസ്കി വാദിക്കുന്നത്. അത് ഇതേപോലെ 2000-3000 ഒന്നുമല്ല, യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടൊന്നുമില്ല, ശരിക്കും കുട്ടികൾ എന്നുള്ള ആ ഒരു ഇതിൽ ഡെഫിനേഷനിൽ പെടുത്താവുന്ന കുട്ടികൾ 20,000-ലധികം ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ, കേൾക്കാറുണ്ടോ? UN കുറേ റിപ്പോർട്ടുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അവിടെ പെയ്ഡ് ആർട്ടിസ്റ്റുകൾ കുറവായതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടുകളെല്ലാം ആരെങ്കിലും കാണും, വായിക്കും, ഇങ്ങനെ പോകും. ഇവിടെ അതല്ല, ഇവിടെ ഇത് വലിയ തോതിലുള്ള ഈ ഒരു ആൻറ്റി സെമറ്റിക് ആയിട്ടുള്ള, ഇത് റിപ്പോർട്ട് എഴുതിയ ഒരു ഇന്ത്യൻ ആണ് ആക്ച്വലി എഴുതിയിരിക്കുന്നത്. പുള്ളി ഈസ് നൊട്ടോറിയസ് ഫോർ ഈസ് ആൻറ്റി സെമിറ്റിസം. പുള്ളിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ്. ഇവർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, UN സമിതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരിലൊക്കെ ഇരിക്കുന്നവരെല്ലാം തന്നെ അവർ വസ്തുതകളാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ പാലസ്തീനെന്നോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലീജിയസ് അഫിലിയേഷൻ എല്ലാം എടുത്തോളൂ, പക്ഷെ നിങ്ങൾ പറയുന്ന വസ്തു ഇതേ കണക്കുള്ള മെലോ ഡ്രാമകളും കാൽപ്പനിക സാഹിത്യവും ആകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം.